മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇടക്കൊച്ചി കൊലപാതകം, പ്രതികൾ റിമാൻഡിൽ. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇൻസുലേറ്റഡ് വാനിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുകയും പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തു. യുവാവിന്റെ പെൺസുഹൃത്തും ഭർത്താവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പള്ളുരുത്തി സ്വദേശി തോപ്പിൽ വീട്ടിൽ ഷിഹാബ്, ഭാര്യ ഷഹാന എന്നിവരാണ് റിമാൻഡിലായത്. ഇരുവരും ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. പള്ളുരുത്തി പെരുമ്പളപ്പ് പാർക്ക് റോഡിൽ വലിയകത്തിപ്പിട്ടിൽ അക്ബറിന്റെ മകൻ ആഷിഖ് എന്ന 30-കാരനെയാണ് ഇൻസുലേറ്റഡ് വാനിന്റെ മുൻസീറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ചോരവാർന്ന മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലിൽ നിന്ന് രക്തം വാർന്നു അനക്കമില്ലാതെ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ആഷിഖിനെ പ്രതിയായ യുവതിയും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നു. ആത്മഹത്യയെന്ന് പോലീസ് ആദ്യം കരുതിയിരുന്നെങ്കിലും പിന്നീട് കൊലപാതകമാണെന്ന് ആരോപിച്ച് ആഷിഖിന്റെ കുടുംബം രംഗത്തെത്തി. ഇതിനെ തുടർന്ന് പള്ളുരുത്തി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഇതോടെ മണിക്കൂറുകൾക്കകം പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു. മരണപ്പെട്ട ആഷിഖിന്റെ കൂടെ ഉണ്ടായിരുന്ന യുവതിയും ഭർത്താവും ചേർന്നാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. കുത്താൻ ഉപയോഗിച്ച കത്തി പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ആഷിഖിന്റെ ഇരുതുടകളിലും കാൽപാദത്തിലും ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്നതാണ് മരണകാരണം. കഴുത്തിലും പരിക്കുള്ളതായി പോലീസ് പറഞ്ഞു. മാർക്കറ്റുകളിൽ മീൻ വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു മരണപ്പെട്ട ആഷിഖിന്. പ്രതിയായ യുവതി ആഷിഖിനെതിരെ നേരത്തെ പീഡനത്തിന് പരാതി നൽകുകയും ഈ കേസിൽ ആഷിഖ് 2 ആഴ്ചയിലേറെ റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ആഷിഖ് യുവതിയുടെ നഗ്നചിത്രം കൈവശമുണ്ടെന്നും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ആഷിഖിനെ കൊലപ്പെടുത്തുമെന്ന് പ്രതികൾ പറഞ്ഞിരുന്നതായി ആഷിഖിന്റെ ബന്ധുക്കളും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.